ഒന്ന് പ്രാർത്ഥനയാണ്. മഹാനായ ഷെയ്ഖ് സഅദി റഹിമഹുല്ലാ പറഞ്ഞു, ദഅഉതല്ലാഹ അൻ യുബല്ലിഗക റമളാൻ, നീ റമളാനിൽ ഒന്ന് എത്തിക്കിട്ടിയെങ്കിൽ എന്നിങ്ങനെ നീ പ്രാർത്ഥിക്കുന്നുണ്ട്. ഫലാ തൻസ അൻ തദ്ഉവഹു അൻ യുബാരിക ലക ഫീഹി, നിനക്ക് റമളാനിൽ എത്തിയാൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി നീ പ്രാർത്ഥിക്കാൻ മറക്കരുത്. ആളുകൾ പൊതുവെ എന്താ പ്രാർത്ഥിക്കുക? അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, ഞങ്ങൾ റമളാനിൽ എത്തിക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കും. നബി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നബിയിൽ അങ്ങനത്തെ ലഫ്ള് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. എന്താ അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ എന്നുള്ള ഒരു ലഫ്ള് റസൂലുള്ളാഹിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലെങ്കിൽ പടച്ചോനെ റമളാൻ മാസത്തിൽ ജീവിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ പ്രാർത്ഥിക്കേണ്ട പദം അതല്ല. അതാ ഷെയ്ഖ് സഅദി റഹിമഹുല്ലാ പറഞ്ഞത്, ഫലാ തൻസ അൻ തദ്ഉവഹു അൻ യുബാരിക ലക ഫീഹി, നിനക്ക് ബർക്കത്ത് കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കരുത്. ഫലൈസ ശഅ്നു ഫീ ബുലൂഗിഹി, റമളാനിൽ എത്തിപ്പെടുക എന്നുള്ളതല്ല ഏറ്റവും ഒന്നാമത്തെ കാര്യം. വഇന്നമ ശഅ്നു ഫീ മാദാ സതഅമലു ഫീഹി, നീ അതിൽ എന്ത് ചെയ്യുന്നുള്ളതാണ് പ്രധാനം. നീ അതിൽ അങ്ങനെ ജീവിച്ചു. ആദ്യത്തെ 2-3 ദിവസം ഭയങ്കര ഓത്തൊക്കെ, പിന്നെ അതൊക്കെ അവിടെ വെച്ചു. പിന്നെ അവസാനം എടുത്ത് തീർക്കൽ ഖുർആൻ നടന്നിട്ടും ഓതിയിട്ടും അല്ലേ. ഒരു ഖത്തം ജീവിതത്തിൽ തീർക്കാൻ, ഒരു വട്ടം പോലും തീർക്കാൻ കഴിയാത്ത എത്ര സാധുക്കളുണ്ട് സഹോദരന്മാരെ. വലിയ സ്ഥാനവും മഹത്വവും ഡെസിഗ്നേഷനും അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ അതും ഉണ്ടാവില്ല സാധുക്കൾ. പക്ഷെ ഒരു വട്ടം പോലും ഖുർആൻ ഒന്ന് ഓതി തീർക്കാൻ പറ്റിയിട്ടില്ല. സ്ഥിരമായി നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകളുടെ അർത്ഥം പോലും അയാൾക്ക് അറിയില്ല. അയാൾക്ക് ഇവിടുത്തെ കറണ്ട് സിനാറിയോ ഓഫ് പൊളിറ്റിക്സ്, ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ എല്ലാ പ്രധാന സ്ഥാനങ്ങളും അറിയാം. അയാളുടെ ബിസിനസ്സിൽ അയാൾ ഭയങ്കര പുലിയ, അയാൾ ഭയങ്കര എക്സ്പെർട്ടാണ്. അയാൾക്ക് എല്ലാ ദുനിയാവിലും വിവരം അറിയും. ആൾക്കാർ അയാളെടുത്ത് പല കാര്യത്തിനും വരും, ഭയങ്കര സ്വാധീനമാണ്. പക്ഷേ ജീവിതത്തിൽ ഒരു തവണ പോലും ഖുർആൻ ഓതി തീർക്കാത്ത മനുഷ്യനോളം പാപ്പരായ വേറെ ആരെങ്കിലും ഉണ്ടോ? അതാ ഷെയ്ഖ് സഅദി റഹിമഹുല്ലാ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ നല്ലോണം പ്രാർത്ഥിക്കുക. ശഅബാൻ മാസത്തിൽ ബർക്കത്തുള്ള റമളാൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് മാത്രമല്ല, കുടുംബത്തിനും സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും. നമ്മൾ വേറെ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അയാളുടെ പ്രാർത്ഥന, അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന നമുക്കുണ്ടാകും എന്നാണ്.